നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് കൊല്ലവർഷം 1199 ആണ്ട് മീനമാസം 1 മുതൽ 31 വരെയും ഇംഗ്ലീഷ് വർഷം 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെയും ഉള്ള നിങ്ങളുടെ 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് രാശിയിൽ സർവേശ്വരകാരകനായിട്ടുള്ള മഹാഗുരു നിലകൊള്ളുന്നു. അത് സൂചിപ്പിക്കുന്നത് എല്ലാവിധമായ ശുഭകാര്യങ്ങളും നടക്കും. ശുഭകാര്യങ്ങളെന്ന് പറയുമ്പോൾ വിവാഹാദി കാര്യങ്ങൾ, പിന്നെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, യാത്ര, വിദ്യാഭ്യാസം, എഴുത്ത് പരീക്ഷകൾ വിജയം എന്നിവയൊക്കെ തന്നെ രാശിയിൽ മഹാഗുരു നിന്നുകൊണ്ട് നമ്മളെ അറിയിക്കുന്നു. ഈ രാശിയിൽ ഈ ഗ്രഹസ്ഥിതി വച്ചിട്ട് എല്ലാവിധമായ ശുഭകാര്യങ്ങളും നടക്കും എന്ന് ഞാൻ പറഞ്ഞു. ഒപ്പം തന്നെ സഹോദര ഗുണം, സഹകരണം കൊണ്ടുള്ള ഗുണം ഒക്കെ തന്നെ അനുഭവത്തിൽ ഈ മാസം വരുന്നതാണ്. ഇനി ഒന്ന് പറയാനുള്ളത്, ഈ ഗർഭവതികൾ ആയിരിക്കുന്ന സ്ത്രീകൾ ഡോക്ടറെയൊക്കെ ഒന്ന് കാണുന്നത് ഉത്തമമായിരിക്കും. ഭയപ്പെടുത്തുന്നതല്ല, അതൊരു സൂചന കാണുന്നു. അപ്പോൾ വയറ് സംബന്ധിച്ചോ കണ്ണ് സംബന്ധിച്ചോ ഒക്കെ തന്നെ ചില സൂചനകൾ, ആരോഗ്യ പ്രശ്നങ്ങളും ഈ മേടരാശിയെ സംബന്ധിച്ച് സൂചനയിൽ ഉണ്ട്. അപ്പോൾ മതിയായ ചികിത്സ തേടണം. കൂടാതെ കാൽപാദമായിട്ടുള്ള കാര്യങ്ങളും ക്ഷീണാവസ്ഥ കാണുന്നു. പിന്നെ ഗവൺമെൻറ് തല കാര്യങ്ങൾക്ക് ശുഭകരമല്ല. അനവധി പ്രാവശ്യം അതുമായി ബന്ധപ്പെട്ട് ഓഫീസിലൊക്കെ പോയാലേ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്, എന്തെങ്കിലും കാലതാമസങ്ങൾ വരുന്നുവെങ്കിൽ ഈ ഗവൺമെൻറ് തല കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്നതിനായിട്ട് ശിവന് ഞായറാഴ്ച കൂവളഹാരം സമർപ്പിച്ച് പ്രാർത്ഥന ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഗവൺമെൻറ് തല കാര്യങ്ങൾ എല്ലാം സഫലമായി വരും. അതുമാത്രമല്ല, വയറ്, കണ്ണ് എന്നിവയൊക്കെ അടങ്ങുന്ന അവയവങ്ങൾക്ക് ക്ഷീണാവസ്ഥ ഉണ്ടെങ്കിൽ അതുമൊക്കെ മതിയായ ചികിത്സ കിട്ടുന്നതായിട്ട് കാണുന്നു. ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇതൊക്കെ അതിജീവിച്ച് പോകാനായിട്ട് മേടരാശിയെ സംബന്ധിച്ച് സാധ്യമാണ്. അടുത്ത് പറയുന്നത് ഇടവരാശിയാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ അവസാന 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവത്തിൽ വരുന്ന. നിലവിൽ കണ്ടകശനി കാലം ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധാപൂർവം പോവുകയും ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ വേണം എന്നതാണ് കാണുന്നത്. എന്നിരുന്നാൽ തന്നെയും കർമ്മമേഖല പുഷ്ടി ഉണ്ട്. ഗവൺമെൻറ് തല കാര്യങ്ങൾ ശുഭകരമാകുന്നു. പിന്നെ വന്നിട്ട് ഈ ശുക്രൻ്റെ സ്ഥിതി വച്ചിട്ട് വസ്ത്രലാഭം, ആഡംബര വസ്തുക്കൾ എന്നിവയൊക്കെ ലഭിക്കാനും ഇടവരാശിയെ സംബന്ധിച്ച് സാധ്യത കാണുന്നു. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അപ്പോൾ കാരകനായിട്ടുള്ള ഗുരു നിങ്ങൾക്ക് 12ാം ഭാവത്തിൽ നിലകൊള്ളുന്നു. അപ്പോൾ ചിലവ് സംബന്ധിച്ച് ചിലവുകളുമൊക്കെ നിയന്ത്രിക്കണം, ശ്രദ്ധാപൂർവം പോകണം എന്ന് തന്നെയാണ് ആ വേഴം 12ൽ നിന്നുകൊണ്ട് അറിയിക്കുന്നത്. നിങ്ങളുടെ ധനം, വിദ്യ, പ്രവൃത്തി എന്നിവയടങ്ങുന്നതായ സ്ഥാനത്ത് ഉള്ള ബുധൻ 12ലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ വാക്ക്, പ്രവൃത്തി, വിദ്യ എന്നിവയൊക്കെ വളരെ ശ്രദ്ധാപൂർവം പോകണമെന്നാണ്, ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. നമ്മുടെ വാക്കുകളൊക്കെ പറയുമ്പോഴേ ആലോചിച്ച് പറയുക, അല്ലെങ്കിൽ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടാകും. അതുമാത്രമല്ല, ധനപരമായ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഇടവരാശിയെ സംബന്ധിച്ച്. അപ്പോൾ ദൈവാനുഗ്രഹം നേടുക, ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക, വേഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് ദോഷകാഠിന്യങ്ങൾ കുറയ്ക്കാനായിട്ട് ഇടവരാശിയെ സംബന്ധിച്ച് സാധിക്കും. ഇനി പറയുന്നത് മിഥുനരാശിയാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം 3/4 ഭാഗം. നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് വേഴത്തിൻ്റെ സ്ഥിതി
ഉണ്ട്. അതൊരു ശുഭ അവസ്ഥയാണ്. ലാഭം, അതായത് നമ്മളിറങ്ങുന്ന പ്രവൃത്തി, നമ്മുടെ കർമ്മമേഖല ഏതാണോ ആ മേഖലയിൽ നിന്നുള്ള ലാഭം നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് വേഴഗ്രഹം സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, യാത്രയുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്നവർക്ക് അതുമായിട്ടുള്ള ശുഭഫലം എന്നിവയൊക്കെ തന്നെ മിഥുനരാശിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. എല്ലാവിധമായ ഗുണഫലങ്ങളും ഉണ്ടാകും. ഗവൺമെൻറ് തല കാര്യങ്ങളും ശുഭകരമായി വരും. പിന്നെ ബന്ധുജന സഹായം ലഭിക്കും. മംഗളകാര്യങ്ങൾ നടക്കും. പിന്നെ പറയുന്നത് മാതൃതുല്യവരായവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. ഗ്രഹനിർമ്മാണം അല്ലെങ്കിൽ ഗ്രഹം മോടി കൂട്ടുന്നത്, പിന്നെ വാഹന ലാഭം എന്നിവയെല്ലാം തന്നെ ഈ മാസം നമുക്ക് അനുഭവത്തിൽ ഉണ്ടാകുന്നതാണ്. പ്രവൃത്തി വിജയം, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുകൂലമായ സാഹചര്യം, അതുവഴി നമുക്ക് ലാഭം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ മിഥുനരാശിയെ സംബന്ധിച്ച് കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അനുഭവത്തിലോട്ട് പെട്ടെന്ന് വരുന്നതിന് വേണ്ടി മഹാവിഷ്ണു പ്രീതി വ്യാഴാഴ്ച ചെയ്യുന്നത് ഉത്തമമായി വരുന്നതാണ്. ഇനി അടുത്ത് പറയുന്നത് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവത്തിൽ വരുന്നത്. എന്നിരുന്നാലും തൊഴിൽ പുരോഗതി കാണുന്നു. സഹകരണം കൊണ്ടുള്ള ലാഭവും ഉണ്ടാകുന്നതാണ്. പിന്നെ ഗ്രഹം മോടി കൂട്ടുന്നതിനും അനുകൂലമായ സാഹചര്യം നിലവിൽ കാണുന്നു. നിങ്ങൾക്ക് അഷ്ടമശനി കാലമാണ്. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും കുറച്ച് ഈ മാസത്തെ ഗ്രഹസ്ഥിതി വച്ചിട്ട് കുറച്ച് അനുകൂലമായ സാഹചര്യം ഉണ്ട്. വാഹനം മോടി കൂട്ടുകയോ പുതിയത് നിർമ്മിക്കുന്ന കാര്യം നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു മാസവും കൂടിയാണ്. വാഹന ലാഭവും കാണുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും അഷ്ടമശനി ആണ് എന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അഷ്ടമത്തിൽ ശനി നിന്നിട്ട്, നമ്മുടെ അഷ്ടമം എന്ന് പറയുമ്പോൾ ആയുസ്സിൻ്റെ സ്ഥാനമാണ്, ആരോഗ്യ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് അവിടെ നിന്നിട്ട് നമുക്ക് ധനസ്ഥാനം, ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി എന്നിവയടങ്ങുന്ന സ്ഥാനത്തോട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാഹനം കിട്ടും, വാഹന ലാഭം കാണുന്നു എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും മറ്റൊരവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് ഈ അഷ്ടമത്തിൽ ശനിയോടൊപ്പം തന്നെ ചൊവ്വയുടെ യോഗവും കൂടിയുണ്ട്. അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് കർക്കിടക രാശിയെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ദൈവാനുഗ്രഹം നേടുക, ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് കർമ്മസ്ഥാനത്ത് വേഴം നിൽക്കുന്നു. അപ്പോൾ ശനിപ്രീതി, വേഴപ്രീതി ഇത്രയും ചെയ്തു വരുമ്പോൾ കർക്കിടക രാശിയെ സംബന്ധിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ വരാനിടയില്ല. ഇനി അടുത്ത് പറയുന്നത് ചിങ്ങരാശിയാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വേഴം നിലകൊള്ളുന്നു. അത് ഒരു ശുഭ അവസ്ഥ തന്നെയാണ്. ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോൾ എല്ലാവിധമായ കാര്യങ്ങളും സർവ ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കും എന്നുള്ളതാണ്. മംഗളകരമായ കാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾ, ഗൃഹനിർമ്മാണം, യാത്ര എന്നിവ, വാഹനം ഒക്കെ തന്നെ ലഭ്യമാകുന്നതായിട്ട് കാണുന്നു. ഈ വാഹനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും ഈ യാത്ര നിങ്ങൾക്ക് ഈ നിലവിൽ കണ്ടകശനി കാലം നിലവിലുണ്ട്. അപ്പോൾ 7ൽ ശനി നിൽക്കുന്നു, കൂടെ ചൊവ്വയുടെ യോഗം. അപ്പോൾ ഇത് രണ്ടും യാത്രാസ്ഥാനത്ത് നിൽക്കുമ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ടതാണ്. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സ്പീഡ് കുറച്ച് പോവുക. വളരെ ശ്രദ്ധാപൂർവം പോയി കഴിഞ്ഞാൽ നമുക്ക് അപകടമൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല. മാത്രമല്ല ജലജന്യമായ അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മുടെ വാക്ക്, വിദ്യ, ധനം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നത് നന്നായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ, ജലജന്യമായ അസുഖങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഇടുപ്പ് വേദന, കാലുവേദന എന്നിവയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലെ ഈ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ചിങ്ങരാശിയെ സംബന്ധിച്ച് കൂടുതൽ കുഴപ്പങ്ങളൊന്നും വരാനില്ല. എങ്കിലും ദൈവാനുഗ്രഹം നേടുക, വേഴപ്രീതി, പിന്നെ വന്നിട്ട് ശനി 7ൽ നിന്നിട്ട് ആ രാശിയിലോട്ട് ദൃഷ്ടി ചെയ്യുന്നത് മൂലം ശനിപ്രീതി, ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശനിപ്രീതി, സുബ്രഹ്മണ്യപ്രീതി ഇത് രണ്ടും ചെയ്യണം.
എന്നുള്ളതാണ് ചിങ്ങരാശിയെ സംബന്ധിച്ച് കാണുന്നത്. അടുത്ത് പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യപകുതി. നിങ്ങൾക്ക് രാശിയിൽ കേതു നിലകൊള്ളുന്നു. അത് ഒരു ശുഭകരമായ അവസ്ഥയല്ല. 7-ൽ നിങ്ങൾക്ക് നിവർത്തി സ്ഥാനമെന്ന് പറയും, 7-ാം ഭാവം, അവിടെ രാഹു നിലകൊള്ളുന്നു. അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ജീവിത പങ്കാളി, ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനോ ഒക്കെ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ, സർജറി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധിയായ കാര്യങ്ങൾ വരുമ്പോൾ മതിയായ ചികിത്സ തേടണമെന്നാണ്. മാത്രമല്ല ധനപരമായിട്ട് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേഴം അഷ്ടമത്തിൽ മറിഞ്ഞ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ദൈവാനുഗ്രഹം നേടുന്നതിന് വേണ്ടിയും ധനപരമായ കാര്യങ്ങൾ പരിഹരിച്ചു പോകുന്നതിന് വേണ്ടിയും മഹാവിഷ്ണു പ്രീതിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് സന്താനങ്ങളുടെ കാര്യം. സന്താനകാരകനാണ് വേഴം. അപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിലും കൂടുതൽ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അവരുടെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെറിയ തടസ്സങ്ങൾ വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായി പരിശ്രമിക്കണമെന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, കുട്ടികളില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് മതിയായ ചികിത്സ കൊണ്ട് കുട്ടികൾ ഉണ്ടാകുന്നതിനൊക്കെയുള്ള സമയം തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ യാത്രകൾ ശുഭകരമല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കേതു രാശിയിൽ നിൽക്കുന്നു, യാത്രകളൊക്കെ ശ്രദ്ധിച്ച് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിലൊരു അവസ്ഥ കൂടിയുണ്ട്. അതായത് ഈ ചൊവ്വയുടെ സ്ഥിതി വച്ചിട്ട് ചൊവ്വ നിങ്ങൾക്ക് 6-ൽ നിന്നിട്ട്, അതായത് രോഗം ശത്രുഘടം എന്ന് പറയുന്ന സ്ഥാനമാണ് 6. അപ്പോൾ അപകടകാരിയായ ചൊവ്വ 6-ൽ നിന്നിട്ട് 12-ാം ഭാവത്തിലോട്ട് ദൃഷ്ടി ചെയ്യുന്നത് മൂലം ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തലയുമായി ബന്ധപ്പെട്ട് തലയ്ക്ക് അപകടം ഉണ്ടാകും സാധ്യതയാണ്. ഭയപ്പെടുത്തുന്നതല്ല. തല തട്ടാതെയൊക്കെ നോക്കുക. വാഹനം ഓടിക്കുമ്പോഴാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ധന പുരോഗതി ഉള്ളതായിട്ടും കാണുന്നു. അപ്പോൾ കന്നിരാശിയെ സംബന്ധിച്ച് ഒരു ജാഗ്രത വേണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള പരിഹാരങ്ങളെന്ന് പറഞ്ഞാൽ നാഗരാജപ്രീതി, ശനിപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ഇത് 3 ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. പിന്നെ ധനപരമായ ക്ഷീണാവസ്ഥ മാറുന്നതിന് മഹാവിഷ്ണു പ്രീതി. ഇത്രയും. ഇനി പറയാനുള്ളത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വേഴസ്ഥിതി നിവർത്തി സ്ഥാനത്തുണ്ട്. നിവർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ നല്ല പരിശ്രമത്തിലൂടെ ശരിയായി വരുമെന്നാണ്. അത് പറയാൻ കാരണം ഈ വേഴത്തിന് 3-ൻ്റെയും 6-ൻ്റെയും ചുമതല വഹിച്ചുകൊണ്ട് നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ശരിയാകത്തില്ല. ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ച് ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഭാഗ്യമായിട്ട് വരുന്നത്. യാത്രയുമായി ബന്ധപ്പെട്ടായാലും ശരി, മംഗളകരമായ കാര്യങ്ങളെല്ലാം തന്നെ അതുമായിട്ടും പിന്നെ വാഹനമായാലും ശരി, ഗ്രഹനിർമ്മാണമായാലും ശരി, കൂടുതൽ പരിശ്രമം വേണ്ടി വരുമെന്നാണ് തുലാരാശിക്കാരെ സംബന്ധിച്ച് പറയുന്നത്. കാര്യമായ പരിശ്രമത്തിലൂടെ നമുക്ക് മംഗളകാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ പറയുന്നത് സഹകരണം കൊണ്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ഈ മാസം. ഗവൺമെൻറ് തല കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും വയറുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ രോഗസ്ഥാനത്ത് വയറ്, അസ്ഥി, കണ്ണ് എന്നിവയൊക്കെ ചുമതലയുള്ള കാരകത്വമുള്ള ഗ്രഹമാണ് സൂര്യൻ. അപ്പോൾ അത് രോഗസ്ഥാനത്ത് നിൽക്കുന്നു. ആയതിനാൽ ശ്രദ്ധിക്കുക. വയറ് സംബന്ധിച്ചുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മതിയായ ചികിത്സ തേടേണ്ടതാണ്. ഇനി പറയാനുള്ളത് യുവാക്കൾക്ക് ഈ മാസം ഒരു സ്നേഹബന്ധത്തിനൊക്കെ ഉള്ള വഴി തെളിയുന്നതായിട്ട് കാണുന്നു. ഈ തുലാരാശിയെ സംബന്ധിച്ച് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞ് ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ദോഷകാഠിന്യങ്ങൾ കുറയ്ക്കാൻ പറ്റും. നിവർത്തി സ്ഥാനത്ത് വേഴമുള്ളതുകൊണ്ട് എല്ലാം പരിഹരിച്ച് പോകുമെന്ന് തന്നെയാണ് കാണുന്നത്. മഹാവിഷ്ണു പ്രീതി ആണ് ചെയ്യേണ്ടത്. ഇനി പറയുന്നത് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന 15 നാഴിക, അനിഴം, കേട്ട. നിങ്ങൾക്ക് വേഴം 6-ൽ മറഞ്ഞു.
അപ്പോൾ ധനത്തിൻ്റെ ചുമതലയുള്ളതായ വേഴം 6ൽ മറഞ്ഞാൽ ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അതുമാത്രമല്ല നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ പുരോഗമനമായ കാര്യങ്ങളെല്ലാം തന്നെ ചെറിയ കാലതാമസത്തോടു കൂടിയേ അത് ശരിയായി വരത്തുള്ളൂ. പിന്നെ കുട്ടികളില്ലാത്തവർ ചികിത്സ തേടിയാൽ ശുഭകരമായി വരാനും കാലക്രമേണ, അതായത് വരുന്ന സമയങ്ങളിൽ അത് ഇതായിട്ട് വരും. പിന്നെ യാത്രകളും വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ്. വാഹനം ഓടിക്കുന്നത് ശ്രദ്ധിക്കാം. എന്നാൽ ഈ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഗ്രഹസ്ഥിതി വച്ചിട്ട് ഈ വാഹന ലാഭവും കാണുന്നു. അപ്പോൾ ഇത് 2 അവസ്ഥകളുമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പിന്നെ വയറ് സംബന്ധിച്ചുള്ള വേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു. വൃശ്ചിക രാശിയെ സംബന്ധിച്ച് എല്ലാം ഒന്നും ശ്രദ്ധാപൂർവം പോവുക. കൂടുതൽ ദോഷം ആയിട്ട് പറയാനില്ല, എങ്കിലും ശ്രദ്ധിക്കണം. ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യേണ്ട അവസ്ഥകളൊക്കെ കാണുന്നു സന്താനമില്ലാത്ത ആൾക്കാർക്ക്. അപ്പോൾ ദൈവാനുഗ്രഹം നേടുക, വേഴപ്രീതി നേടുക. അല്ല, നിങ്ങൾക്ക് വന്നിട്ട് കണ്ടകശനി കാലം നിലവിലുണ്ട്. അപ്പോൾ ശനിപ്രീതി, ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് വൃശ്ചിക രാശിയെ സംബന്ധിച്ച് ഉള്ള കുഴപ്പങ്ങൾ അത് ശമനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് ധനുരാശിയാണ്. ധനുരാശിയെ സംബന്ധിച്ച് വേഴം ആഗ്രഹസ്ഥാനത്ത് നിൽക്കുന്നു. മനസ്സിൻ്റെ സ്ഥാനം, ആഗ്രഹസ്ഥാനം, സന്താനഭാവം എന്നിവയൊക്കെ അടങ്ങുന്നതായ 5ാം ഭാവത്തിൽ വേഴം നിലകൊള്ളുന്നു. അതൊരു ശുഭ അവസ്ഥയാണ്. എല്ലാവിധമായ മംഗളകാര്യങ്ങളും നടക്കും എന്നാണ്. സന്താനഭാഗ്യം ഉണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള അവസരങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം. യാത്ര ശുഭകരമാണ്. ദൂരയാത്രകളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന, വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ശരിയായി വരും. ഇത് പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് 4ാം ഭാവത്തിൽ രാഹു നിലകൊള്ളുന്നു. അപ്പോൾ യാത്രകൾ ശുഭമാണെന്ന് പറഞ്ഞുവെങ്കിലും സൂക്ഷിച്ച് വേണമെന്നുള്ളതാണ് പറയുന്നത്. യാത്രാസ്ഥാനത്ത് രാഹു നിലകൊള്ളുന്നു. അതൊരു പാപഗ്രഹമായതുകൊണ്ട് ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ധനപരമായി മെച്ചമുണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗം ഗ്രഹം മോടി കൂട്ടും എന്നുള്ളത്. പിന്നെ വന്നിട്ട് എന്നാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും കർമ്മമേഖല വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അത് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ 10ാം ഭാവത്തിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ ചില ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലുള്ള ആൾക്കാർക്കായാലും നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ വളരെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകണമെന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമോശമൊക്കെ സംഭവിക്കും. അത് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് 10ലെ കേതു അത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ നാഗരാജ പ്രീതിയാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ മഹാഗണപതി ഹോമം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിജയത്തിലോട്ട് എത്തും. ഈ ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗമാണ്. ഇനി പറയാനുള്ളത് മകരരാശിയാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. എല്ലാ മേഖലയിലുള്ളവരും ഈ മാസത്തെ ഫലം വച്ചിട്ട് തങ്ങളുടെ തൊഴിൽ, വാക്ക്, വിദ്യ, ധനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ നീരസം ഉണ്ടാകും. അപ്പോൾ അതുവഴി ശത്രുക്കൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ 2ാം ഭാവത്തിൽ ചൊവ്വ കലാപകാരകനായിട്ടുള്ള, അതായത് കലാപം, വഴക്കുണ്ടാക്കുന്നതായ ഗ്രഹം. ശനിയുമായിട്ട് യോഗം, അതത്ര ശുഭകരമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വാക്കുകൾ നിയന്ത്രിക്കുക, ശ്രദ്ധാപൂർവം പോവുക. വാക്ക്, വിദ്യ, ധനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ വേണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ സൂക്ഷിക്കുക. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു. 2ൽ ചൊവ്വ, ശനി സൂചിപ്പിക്കുന്നത് അഷ്ടമത്തിലോട്ട് ദൃഷ്ടി. ഈ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ മറ്റൊരവസ്ഥ, ഈ ഭാരവുമായി ബന്ധപ്പെട്ട് ഭാരം ചുമക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്നാണ്. ഈ 2 അവസ്ഥ കൊണ്ട് 2ൽ ചൊവ്വയും ശനി യോഗം സൂചിപ്പിക്കുന്നത്. എന്നിട്ട് നിങ്ങളെ ഇടുപ്പിൻ്റെ സ്ഥാനത്തോട്ട് ദൃഷ്ടി ചെയ്യും. അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഭാരമൊക്കെ എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ വാഹനമൊക്കെ എവിടെയെങ്കിലും പോയി വെച്ചിട്ട് എടുത്ത് പൊക്കി മാറ്റേണ്ട സ്ഥിതിയൊക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളെ അറിവിലേക്ക് ഞാൻ പറയുന്നു.
ഇടുപ്പ് സംബന്ധിച്ചുള്ള ക്ഷീണാവസ്ഥയൊക്കെ മകരരാശിയെ സംബന്ധിച്ച് സൂചന ഈ മാസം കാണുന്നു. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. എന്നാൽ ഇതൊക്കെ പറഞ്ഞെങ്കിലും ലാഭവും ഉണ്ടാകും. സ്ത്രീകൾ മുഖേനയുള്ള പുരോഗതി, ലാഭം, അതൊക്കെ മകരരാശിയെ സംബന്ധിച്ച് ഈ മാസം അനുഭവത്തിൽ വരും. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ ദോഷങ്ങൾ, ശനിയെ കൊണ്ടുള്ള ദോഷങ്ങളെന്ന് പറയുമ്പോൾ ശനിപ്രീതി, പിന്നെ സുബ്രഹ്മണ്യപ്രീതി, ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ വേഴത്തിൻ്റെ അവസ്ഥ മകരരാശിയെ സംബന്ധിച്ച് സുഖസ്ഥാനത്ത് നിൽക്കുന്നു. ഒരു പരിധി വരെ അത് നമുക്ക് നല്ല ഗുണ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ശനിപ്രീതി ആണ് ശനി. പിന്നെ സുബ്രഹ്മണ്യപ്രീതി മകരരാശിയെ സംബന്ധിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ ഭയക്കേണ്ട ആവശ്യമില്ല. ഗ്രഹസ്ഥിതി വച്ചിട്ട് കണ്ട കാര്യങ്ങൾ പറയുന്നു. ഇനി അടുത്ത് പറയുന്നത് കുംഭരാശിയാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ജന്മ ശനികാലമെന്ന് പറയും. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജന്മത്തിൽ ശനി നിന്നിട്ട് 4-ാം ഭാവം, 7-ാം ഭാവം, 10 ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ ഉള്ള ബന്ധങ്ങൾ, ശനിബന്ധം വരും. അപ്പോൾ നമ്മുടെ തൊഴിൽ, പിന്നെ നമ്മുടെ ബന്ധുജനങ്ങൾ, മാതൃസ്ഥാനം, മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ, അപ്പോൾ പൊതുവേ ഒരു സ്വസ്ഥതക്കുറവ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധാപൂർവം പോകണമെന്നുള്ളതാണ് ശനി ജന്മരാശിയിൽ നിന്നുകൊണ്ട് പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. പിന്നെ വന്നിട്ട് 3-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വയുമായിട്ട് യോഗമുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം പോകണം എന്നുള്ളതാണ് ഈ 2 ഗ്രഹങ്ങൾ ഒരുമിച്ചുള്ള യോഗം കൊണ്ടും പറയുന്നത്. എല്ലാ കാര്യം ഒന്നിനും എടുത്തു ചാടരുത്. ഈ ചൊവ്വ ഈ രാശിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു പക്വത ഇല്ലാതെ എല്ലാത്തിനും എടുത്തു ചാടി ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്ന അല്പം ദേഷ്യം ഇതൊക്കെ ഉണ്ടാകും. നമ്മുടെ വാക്കെല്ലാം നിയന്ത്രിച്ച് പോവുക എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും കുംഭരാശിയെ സംബന്ധിച്ച് മാതൃപിതൃസ്വത്ത് കിട്ടാനുള്ള സാധ്യതകളും തെളിയുന്നതാണ്. ഗ്രഹം മോടി കൂട്ടും. വാഹന യോഗമുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇതിനകത്ത് തന്നെ വാഹന യോഗം കാണുന്നു. എന്നാൽ തൊഴിൽ മേഖല കാര്യമായി ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങൾ ഉണ്ടാകും. അത് നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നെ ഉള്ളത് ഇടുപ്പ് വേദന, കാലുവേദന, ഇത് വേഗം ഉണ്ടാകാനുള്ള സാഹചര്യവും ഈ കുംഭരാശിക്കാർക്ക് ഇപ്പോൾ നിലവിലുണ്ട്. മതിയായ ചികിത്സ തേടേണ്ടത്. ഇതിൽ ദൈവഹിതം എന്ന് പറയുമ്പോൾ ശനിപ്രീതി, പിന്നെ നിങ്ങൾക്ക് 3-ലുള്ള വേഴം, ദൈവാധീനം മറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് വേഴപ്രീതി, ശനിപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ഇത് 3ഉം ചെയ്യുമ്പോൾ കുംഭരാശിയെ സംബന്ധിച്ച് നമുക്ക് കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാതെ അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. അടുത്ത് പറയുന്നത് മീനരാശിയാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന 15 നാഴിക, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് വ്യാഴം അനുകൂലമാണ്. ധനം, വാക്ക്, വിദ്യ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സ്വന്തം വീട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനത്ത് 2-ാം ഭാവത്തിൽ നിലകൊള്ളുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം തന്നെ സഫലമായി വരുന്നു. അതുവഴി ധനസമ്പാദനമൊക്കെ നിലവിലുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ, മംഗളകരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ നടക്കും. സ്ഥലം ക്രയവിക്രയമൊക്കെ ചെയ്യുന്നതിനൊക്കെ അനുകൂലമാണ്. വാങ്ങുകയോ കൊടുക്കുകയോ ഗ്രഹം പുതുതായിട്ട് വെക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് ഈ മീനരാശിയെ സംബന്ധിച്ച് അവസരം നിലവിലുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും ഈ രാശിയിൽ ഒരു പാപഗ്രഹം നിൽക്കുന്നുണ്ട്. രാഹു ആണ്. അവിടെ നിന്നിട്ട് 7-ലെ കേതു. അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കണമെന്നാണ് കാണുന്നത്. അപ്പോൾ യാത്രാ തടസ്സം ഉണ്ടാകും. അപ്പോൾ കാര്യമായി പരിശ്രമിക്കണം. വിദേശത്തൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. കാരണം നിങ്ങൾക്കിപ്പോൾ 7-ര ശനി കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് നാട് വിട്ട് നിൽക്കാനൊക്കെ ഉള്ള അവസരമാണ്. അപ്പോൾ പോകാനായിട്ട് ശ്രമിക്കും. കാര്യമായ പരിശ്രമത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട പരിഹാരങ്ങളുണ്ട്. ശനിപ്രീതി ചെയ്യണം, പിന്നെ നാഗരാജ പ്രീതി, ഇത് ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമായി വരൂ മീനരാശിയെ സംബന്ധിച്ച്. പിന്നെ നിങ്ങൾക്ക് ഈ മാസം ഈ അഷ്ടമാധിപനായിട്ടുള്ള ശുക്രൻ രാശിയിൽ നിലകൊള്ളുന്നു.
അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വാഹനകാരകനാണ് ശുക്രൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാഹനമൊക്കെ ഓടിക്കുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. അപ്പോൾ കാര്യങ്ങൾ അനുകൂലമായി വരുമെന്ന് വേഴത്തെക്കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു. എന്നിരുന്നാൽ തന്നെയും ചില ദോഷങ്ങളും കൂടിയുണ്ട്. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് അപകടമൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല, അറിവിലേക്കാണ്. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് ജീവിത പങ്കാളി ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങൾ സൂചിപ്പിക്കുന്നു ഈ മീനരാശിയെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമെന്ന് പറയുമ്പോൾ ഈ യാത്രയുമായി നേരത്തെ പറഞ്ഞു ശനിപ്രീതിയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ 7-ൽ നിൽക്കുന്ന കേതുവും ചെറിയ ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, മതിയായ ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് 7-ൽ. ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ ചില സൂചനകൾ കാണുന്നു. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം എന്ന് പറയുമ്പോൾ ഈ 2-ലുള്ള വേഴം നമുക്ക് നല്ല ഭാഗ്യാനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു രക്ഷയാണ്. 2-ൽ നിന്നിട്ട് അഷ്ടമത്തിലോട്ട് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ചികിത്സയൊക്കെ നല്ല ചികിത്സയൊക്കെ കിട്ടും എന്നും ആ വേഴഗ്രഹം സൂചിപ്പിക്കുന്നു. അപ്പോൾ ദൈവാനുഗ്രഹം നേടുക, ശനിപ്രീതി നേടുക, പിന്നെ നാഗരാജപ്രീതി, ഇതൊക്കെയാണ് നേടേണ്ടത്. അപ്പോൾ ദോഷകാഠിന്യം കുറയ്ക്കാനായിട്ട് മീനരാശിയെ സംബന്ധിച്ച് ഈ പരിഹാരങ്ങളൊക്കെ സഹായകമായി തീരും. ഞാൻ ഈ 12 രാശികളിലുള്ള 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞതിനും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരം, ഛിദ്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചിലർക്കെങ്കിലും ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അപ്പോൾ പിന്നെ ഇപ്പോഴുള്ള നല്ല ദശകൾ നടക്കുന്ന ഞാൻ ചില രാശിക്കാർക്ക് മോശഫലം പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇപ്പോൾ നടക്കുന്ന ദശ അനുകൂലമാണെങ്കിൽ ആ മോശഫലം അനുഭവത്തിൽ വരണമെന്നില്ല. അങ്ങനെ ഉള്ള അവസ്ഥകളുണ്ടാകും. ദശയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊരു ആസ്ട്രോളജറെ കാണുമ്പോഴാണ് അത് ഏത് ദശയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആഗ്രഹ സാഫല്യവും ഉണ്ടാകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും തൊഴിൽപരമായ പുരോഗതിയും ആഗ്രഹ സാഫല്യവും പിന്നെ മംഗളകരമായ കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.